ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ബെൽത്തങ്ങാടി, കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ കടബാധ്യതയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ഒരു മാസം 50,000 രൂപ പലിശ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ കള്ളു കുടിച്ചിട്ടോ മറ്റോ ദുർച്ചെലവ് നടത്തിയിട്ടോ ഒന്നും വന്നതല്ല. കാലിസ്ഥലമെടുത്ത് പണിയെടുത്ത് വന്നപ്പോഴത്തേക്കും മക്കളുടെ കാര്യങ്ങളും കുടുംബച്ചെലവും പറമ്പിലെ പണിയും എല്ലാം കൂടി ആയപ്പോഴത്തേനും പലിശയ്ക്ക് കടമെടുത്തും ബാങ്കിൽ നിന്ന് എടുത്തതും പണയം വെച്ചും എല്ലാം കൂടി ആയപ്പോഴത്തേനും പലിശ കയറി മുടിഞ്ഞു. 3 കൊല്ലം മുമ്പ് പറമ്പ് വിൽക്കാനായിട്ട് മെനക്കെട്ടിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ പറമ്പിന് വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, മഴക്കാലം വരുമ്പോൾ നല്ല നിരന്ന ഭൂമിയാണ്, ഒരു വശം നല്ല വലിയ പുഴയാണ്. അപ്പോൾ മഴക്കാലം ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആണ്ടിലൊരു 3 പ്രാവശ്യം വെള്ളം കയറും. വെള്ളം കയറിയാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉള്ളതുണ്ട്, ഈ പറമ്പിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് കാര്യം നല്ല റോഡുണ്ടെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കയറി റോഡ് ഈ സമയത്ത് തന്നെ ഒരു 2-3 മണിക്കൂർ നേരം ബ്ലോക്കാവും. അപ്പോൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് പിള്ളേർ പള്ളിക്കൂടത്തിൽ സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ കൊണ്ടുവരാനോ ഒരു വണ്ടി പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്തൊരു സ്ഥലം കൂടിയാണ് എൻ്റേത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലരും ഒരു 10-100 പേരെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടാവും സ്ഥലം. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും വേണ്ട. അങ്ങനെ 3-4 കൊല്ലമായി കടം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വിറ്റത് ഒഴിവായി കടം വീട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ 2023 മാർച്ച് മാസം 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായി. ഞാൻ എൻ്റെ ഇടത്തെ കാലിൻ്റെ കുതിഞ്ഞരമ്പ് പൊട്ടി. ഞാൻ ഒരു 6 മാസം എന്നോട് ഡോക്ടർ പറഞ്ഞു 1 കൊല്ലം കഴിയാതെ ചേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതായാലും പ്രാർത്ഥനയുടെ ഫലമായി 6 മാസം കൊണ്ട് എന്നെ തമ്പുരാൻ മാതാവ് എഴുന്നേൽപ്പിച്ച് നടത്തി. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞാൻ ചട്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. മാർച്ച് മാസം 6-ാം തീയതി 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഉടമ്പടി തൈലവും മഞ്ചരിച്ച ഉപ്പും പറമ്പിൽ കൊണ്ടുപോയി ഇടുകയും അങ്ങനെ ഒരു 5-8 മാസം കൂടി അങ്ങനെ പോയി. 2 പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തു. ഒരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ വളരെ വിഷമിച്ച് ഞാനും എൻ്റെ ഭാര്യയും വളരെ വിഷമിച്ച് കരയാത്ത ഒരു ദിവസം പോലുമില്ല. ബാങ്കിൽ നിന്ന് വിളി തുടങ്ങി. ദിവസം 3-4 പ്രാവശ്യം വിളിക്കും. ഒരു പ്രാവശ്യം എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ്, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? അവിടെ ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സത്യം പറഞ്ഞു, സാറേ ഇന്ന് വരണ്ട, ഞാൻ അടുത്ത ദിവസം വന്ന് പൈസ അടച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചിരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപവും കൊണ്ട് ഞാൻ എൻ്റെ പറമ്പിന് 7 ദിവസം പറമ്പിന് ചുറ്റും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടന്നു. 8ാമത്തെ ദിവസം തമ്പുരാനെ അറിയിച്ച മാതാവ് എനിക്ക് ആളെ പറഞ്ഞു വിട്ടു. ജനുവരി മാസം 6-ാം തീയതി എൻ്റെ ഇടവയിലെ പള്ളിപ്പെരുന്നാളിൻ്റെ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ എന്നെ പറമ്പ് കാണാനായിട്ട് ആൾ വന്നു. അത് ഈ കഴിഞ്ഞ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ തലേ ദിവസം, അതായത് മാർച്ച് മാസം 6-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. മാർച്ച് മാസം 5-ാം തീയതി എൻ്റെ പറമ്പിന് അവർ അഡ്വാൻസ് തന്നില്ല. അവർ വന്ന് ഞങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞു. അത് ബാംഗ്ലൂരിൽ ഡോക്ടറാണ് വന്ന് എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞു ഡയറക്റ്റ് രജിസ്ട്രേഷനാണ്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി എൻ്റെ പറമ്പിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങും. എൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുക. ഒരുപാട് നന്ദിയുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. അമ്മ എന്നെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ പൊട്ടിക്കരയാനേ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഈ ബാധ്യതയുടെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം 30-ാം തീയതി എനിക്ക് ഡെങ്കിപ്പനി വന്നു. ഒരു 15 ദിവസം 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സിസ്റ്ററാണ് എന്നെ ചികിത്സിച്ചത്. അപ്പം അവർ നല്ലപോലെ പരിചയമുള്ള സിസ്റ്ററാണ് ഡോക്ടർ. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഒരു 4-5 ദിവസം അവിടെ കിടക്കണം. ഞാൻ എങ്ങനെയാണ് അവിടെ കിടക്കുക? വീട്ടിൽ ഞാൻ ഇല്ലാതിരുന്ന ശരി, ഞാൻ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏതെന്നാലും എന്നെ 5-ാമത്തെ ദിവസം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 15 ദിവസം ട്രീറ്റ്മെൻറ്റിലിരുന്നു. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പം ഫ്രീ ആയി. എന്തായാലും അതിന് ശേഷം ഇതാ വരുന്നു ഡെങ്കിപ്പനി പോയിട്ട് എന്നെ പോസ്റ്റ്ലേറ്റും എനിക്ക് ന്യൂമോണിയ അല്ലാത്ത ടൈഫോയിഡും കൂടി വന്നു. അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പം അത് ടൈഫോയിഡും ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്, പിന്നെ പോസ്റ്റ്ലേറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ സംഗതി ആ കുടുങ്ങി. ഞാൻ വല്ലാതെ വിഷമിച്ചു. പരിശുദ്ധ അമ്മയുടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ച് വീട്ടിൽ വന്നു. ഏതായാലും ഓപ്പറേഷൻ കൂടാതെ അത് ആൻറ്റിബയോട്ടിക് കൊണ്ട് പെട്ടെന്നങ്ങ് മാറി. വീണ്ടും 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ വരുന്നു, അതേ വേദന. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളും ഭാര്യയും കൂടി എടുക്കും. അന്നേരം എന്നെ ഹോസ്പിറ്റലാക്കും. പിന്നെ എനിക്കത് താങ്ങാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ അടിവയറ്റിൽ
ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ആരോടും പറയാതെ തന്നെ 2-3 ദിവസം പ്രാർത്ഥിച്ചു. ഏതായാലും പരിശുദ്ധ അമ്മ അവിടുന്ന് എന്നെ കരയേറ്റി. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അത് എൻ്റെ വലിയൊരു സാക്ഷി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പല്ലുവേദന വന്നപ്പോഴാണെങ്കിലും ഉടമ്പടി തൈലവും കാശുരൂപവും കൈവിടാതെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു. വീട്ടിലെല്ലാവർക്കും വീടിനെ പറ്റി വലിയ സന്തോഷമായി. ദൈവനാമത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രം കാഴ്ചവെക്കാവുന്ന വലിയ പ്രതിജ്ഞയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒപ്പം എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഭംഗിയായ രീതിയിൽ ഹോസ്പിറ്റലുകളിലും പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവകയിലൊരു അനാഥമന്ദിരം 8 കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹോമുണ്ട്. അവിടെ എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ പൈസ കൊടുത്തവരെ സഹായിക്കാറുണ്ട്. പിന്നെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിട്ടില്ല, കാണാനും അവരെ പ്രായം ചെന്നവർ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഇടവകയിലുണ്ട്. അവരെ കാണാനും അവരോട് സന്തോഷം പങ്കുവെക്കുവാനും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പലപ്പോഴും പോകാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈശോ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി. 7-ാം ദിവസം 7 പ്രാവശ്യം ജെറിക്കോ കോട്ട വലം വെച്ചപ്പോൾ ആ കനത്ത കോട്ട നിലംപൊത്തി. ജോർദാൻ നദിയിൽ വാഗ്ദാന പേടകവും വഹിച്ച് പുരോഹിതന്മാർ മുൻപേ പോകുമ്പോൾ ആ പുരോഹിതരുടെ കാല് ജലത്തിൽ മുട്ടുമ്പോഴേ ജലം 2ആയി പിളരുകയാണ്. ഉണങ്ങിയ നിലത്തുകൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത നടന്നു പോകുന്ന തിരുവചന ഭാഗം ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. ജീവിത പ്രതിസന്ധികൾ വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന വഴിയാണ് ഉടമ്പടിയുടേത്. 50 ലക്ഷത്തോളം കടബാധ്യതകളാൽ, അതുപോലെ ബാങ്കിൽ നിന്നുള്ള സ്ട്രെസ്സ്, അങ്ങനെ ഓരോന്നും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ 3 വർഷമായിട്ട് സ്ഥലം വിറ്റുപോകുന്നില്ല. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി കാശുരൂപവും കൊണ്ട് ആ പറമ്പിന് 7 പ്രാവശ്യം വലം വെച്ചു എന്നാണ് പറയുക. അങ്ങനെ 7 ദിവസമാണ് പ്രാർത്ഥിച്ചത്. നാം തിരുവചനത്തിൽ കേട്ടതുപോലെ തന്നെ എങ്ങനെയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ കച്ചവടമുണ്ടാകുന്നു. അതിൻ്റെ തടസ്സങ്ങളൊക്കെ പറഞ്ഞു. സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണെന്നും അവിടെ എന്തെല്ലാമാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നത്, അത് എന്തുകൊണ്ട് 100ഓളം പേര് വന്ന് നോക്കി എന്നൊക്കെയാണ് പറയുക. എന്നാൽ അപ്പോഴൊന്നും ആ സ്ഥലത്തിന് കച്ചവടമാകാതിരുന്നത് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അതിനൊക്കെ മാറ്റം വന്നത്. അങ്ങനെ തൻ്റെ കടബാധ്യതകൾ ഇന്നലത്തെ കൊണ്ട് തീർന്നു എന്നാണ് ഈ മകൻ പറഞ്ഞത്. അങ്ങനെ ഇന്ന് അമ്മയുടെ തിരുനടയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ സന്തോഷത്തോടെ താൻ വന്നിരിക്കുകയാണ് തൻ്റെ കുടുംബത്തെ പ്രതി നന്ദി പറയുവാൻ. അങ്ങനെ പലതരത്തിലുള്ള കടബാധ്യതകളിലൊക്കെ ജീവിതം കയ്പായി മാറുന്നവർ, രോഗങ്ങളാൽ ജീവിതം കയ്പായി മാറുന്നവർ, ഈ കയ്പൊക്കെ മധുരമാക്കുവാൻ മാറായിലെ ജലം, ഒരു തടിക്കഷ്ണം ആ ജലത്തിലിട്ടാൻ കർത്താവ് പറഞ്ഞു അത് മധുരിക്കുന്ന വെള്ളമായി മാറുകയാണ് മാറായിലെ വെള്ളം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മോട് പറയുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതാണ് ഉടമ്പടി വചനം. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നാം ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ കയ്പ് മാറി എങ്ങനെ നമുക്ക് പിന്നീട് ജീവിതം സന്തോഷപ്രദമാകും എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് അനുഭവങ്ങളിലൂടെ തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തൻ്റെ കുടുംബത്തിനൊക്കെ ലഭിച്ച അനുഭവ സാക്ഷ്യങ്ങളും രോഗസൗഖ്യവും കുടുംബത്തിന് ആകെ ഉണ്ടായ മാറ്റവും സമാധാനവും എല്ലാം ഇവിടെ പറഞ്ഞു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.